ഹായ് എവ്രി വൺ, ദിസ് ഇസ് റിൻസി ഫ്രം ഗ്രോ മലയാളം ചാനൽ. നിങ്ങൾ ഒരുപാട് സമ്പാദിക്കുന്ന ഒരാളാണ്, പക്ഷേ സേവിങ്സ് നിങ്ങൾക്ക് ഒന്നുമില്ലേ? ഇപ്പം സാലറി ഡേറ്റിന് മുമ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഒക്കെ 500 രൂപയോ അതി താഴെയൊക്കെ വല്ലതും വരാറുണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വഴി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. സെപ്റ്റംബർ 2023 SIP ഇൻഫ്ലോ ഓൾ ടൈം ഹൈ റീച്ച് ചെയ്തിട്ടുണ്ട്. എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 16,042 കോടി രൂപ. അതിൻ്റെ മുന്നത്തെ മാസം 15,814 കോടി രൂപയായിരുന്നു. ഇപ്പോൾ SIP അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലും നമ്മളൊരു ഇൻക്രീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 2023 8.47 ലക്ഷം കോടിയിൽ നിന്ന് സെപ്റ്റംബറിൽ 8.72 ലക്ഷം കോടി രൂപയിലേക്ക്. അപ്പം ഇങ്ങനൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാരണം സെപ്റ്റംബർ 2023 പുതിയ SIP രജിസ്ട്രേഷൻസ് കാരണമാണ് 36 ലക്ഷത്തിലധികം. അപ്പോൾ അങ്ങനെയാണ് ഹയസ്റ്റ് റെക്കോർഡിലേക്ക് എത്തിയത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഒരു SIP തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണ്? മന്ത്ലി SIP വേഴ്സസ് വീക്ക്ലി SIP വേഴ്സസ് ഡെയിലി SIP, ഇതിലേതാണ് ബെസ്റ്റ്? അതുപോലെ തന്നെ ഒരു SIPക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടൈം ഹൊറിസോൺ ഏതാണ്? ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ബിക്കോസ് പേഴ്സണൽ ഫൈനാൻസ് അതുപോലെ ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വാളിറ്റി കോണ്ടന്റ്സ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മിസ്സാക്കണ്ട. ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് SIP എന്നുള്ളത് നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെയാണ് പോപ്പുലറായിട്ട് നമ്മൾ SIP എന്ന് നമ്മൾ പറയുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് SIP നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ തിരഞ്ഞെടുത്തേക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് പ്രീ ഡിഫൈൻഡ് ഇൻ്റർവെല്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും കുറഞ്ഞ 500 രൂപയുടെ SIP ഇൻസ്റ്റാൾമെൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ സെമി ആനുവലി അല്ലെങ്കിൽ ആനുവലി ബേസിസിൽ നിങ്ങൾക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ്, എസ്പെഷ്യലി ഇക്വിറ്റി ഫണ്ടിലേക്ക് SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇപ്പോൾ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു ഫിക്സഡ് എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ടൈം ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല സ്റ്റോക്ക് മാർക്കറ്റ് ലെവലിലായിരിക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ ഒരുപാട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു സെയിം എമൗണ്ട് വെച്ചിട്ട് കുറവ് യൂണിറ്റ്സ് മാത്രമേ മാർക്കറ്റ് ഹൈ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. സോ ഇങ്ങനെ വരുമ്പോൾ ലോങ് റണ്ണിൽ നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട് യൂണിറ്റുകളുടെ പർച്ചേസ് പ്രൈസ് നിങ്ങൾക്ക് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുകളിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇമ്പാക്ട് നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സപ്പോസ് ഇപ്പം SIP വഴി നിങ്ങൾ നിങ്ങളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് എല്ലാ മാസവും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ജാനുവരി 2023 മുതൽ ജൂൺ 2023 വരെ. അപ്പം ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം SIP വഴി നിങ്ങളിപ്പോൾ ടോട്ടൽ 60,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 2,933 യൂണിറ്റുകൾ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആവറേജ് NAV കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 20.5 രൂപയാണ്. അപ്പോൾ ഇതിന് പകരം 60,000 രൂപ ലെംസമായിട്ട് ജാനുവരി 2023 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2,857 യൂണിറ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട്. അപ്പം ഇവിടെ NAV കോസ്റ്റ് വരുന്നത് 21 രൂപയാണ്. സോ ബൈ ടൈം നിങ്ങളുടെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് പർച്ചേസ് പ്രൈസ് നിങ്ങൾക്ക് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും റുപ്പി കോസ്റ്റ് ആവറേജിംഗ് വഴി. ഇനി നമുക്ക് SIP തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ SIP ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസത്തിൽ അല്ലെങ്കിൽ ക്വാർട്ടറിൽ ഏത് ഡേറ്റിലാണ് നിങ്ങൾ SIP വഴി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പം ചില AMCകൾ സ്പെസിഫിക് SIP ഡേറ്റുകളൊക്കെ അവർക്കുണ്ട്. അതേസമയത്ത് ചില AMCകൾ മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ട്. സോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ SIP ഇപ്പോൾ മാസത്തിൻ്റെ ആദ്യമാണോ നിങ്ങൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ മാസം പകുതി ആവുമ്പോഴാണോ, അല്ലെങ്കിൽ മാസം അവസാനമൊക്കെയാണോ നിങ്ങൾ തുടങ്ങാറുള്ളത്? അപ്പോൾ കുറച്ച് AMCകൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവർ S&P BSE സെൻസസ് ട്രാക്ക് ചെയ്തുകൊണ്ട് കഴിഞ്ഞ 26 വർഷത്തെ ഡാറ്റ പഠിച്ചുകൊണ്ടാണ് ഈ ഒരു പഠനം നടത്തിയത്. അപ്പോൾ 10 വർഷത്തെ പീരീഡിൽ നമ്മളിപ്പം പല SIP ഡേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആവറേജ് റിട്ടേൺസിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല എന്നാണ് അവർ കണ്ടുപിടിച്ചേക്കുന്നത്. അതായത് ഇപ്പം ഏത് ഡേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും കഴിഞ്ഞ 10 വർഷത്തിൽ ഓൾമോസ്റ്റ് സെയിം റിട്ടേൺസ് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം മാസത്തിൽ ഏത് ഡേറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ആവറേജ് റിട്ടേൺ 15.61%, അതുപോലെ തന്നെ 15.69% ഇടയ്ക്കാണ്. അപ്പോൾ ഐഡിയലി പറയുവാണെങ്കിൽ നിങ്ങൾക്ക് മാസം ആദ്യം നിങ്ങൾക്ക് തുടങ്ങാം, അതായത് ജസ്റ്റ് നിങ്ങളുടെ സാലറി ഒക്കെ ക്രെഡിറ്റ് ആയതിനു ശേഷം. അപ്പോൾ ഏതൊരു ഡേറ്റ് നിങ്ങൾ തിരഞ്ഞെടുത്താലും നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം, അതായത് നിങ്ങളുടെ SIP ഡേറ്റിൽ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യത്തിനുള്ള ബാലൻസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മന്ത്ലി SIP ആണോ അല്ലെങ്കിൽ വീക്ക്ലി SIP ആണോ അല്ലെങ്കിൽ ഡെയിലി SIP ആണോ ഇതിൽ ഏറ്റവും നല്ലത്?
അപ്പോൾ SIP ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഇൻ്റർവെലാണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മന്ത്ലി, ക്വാർട്ടർലി ഒക്കെ. അപ്പോൾ ചില അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഡെയിലി, വീക്ക്ലി SIP ഫെസിലിറ്റീസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള SIP ഫ്രീക്വൻസി മന്ത്ലി തന്നെയാണ്. അപ്പോൾ ചില ഇൻവെസ്റ്റേഴ്സ് വിചാരിക്കുന്നത് നമുക്കിപ്പോൾ ഒരുപാട് SIPs ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് റണ്ണിൽ ഒരുപാട് റിട്ടേൺസ് ലഭിക്കുമെന്നാണ്. അപ്പോൾ ഡെയിലി SIP അല്ലെങ്കിൽ വീക്ക്ലി SIPകളൊക്കെ മന്ത്ലി SIPയിലേക്കാളും നല്ലതാണെന്നാണ് അവർ വിചാരിക്കാറ്. കാരണം നമുക്ക് ഒരുപാട് തവണ SIP വഴി ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നല്ലതെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല കാര്യം ഇതിൽ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ നടത്തിയൊരു പഠനം കാണിക്കുന്നുണ്ട്, നമ്മൾ പല SIP ഫ്രീക്വൻസിയുടെ ബേസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് റിട്ടേൺസിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാ SIP ഫ്രീക്വൻസിയും ആവറേജ് റിട്ടേൺ വരുന്നത് അറൗണ്ട് ഒരു 14%. അതെങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? അപ്പം 1996 സെപ്റ്റംബർ മുതൽ ഓഗസ്റ്റ് 2023 ഇടയ്ക്ക് S&P BSE സെൻസസ് TRIൻ്റെ XIRR ഒരു പഠനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 ഫ്രീക്വൻസിയിലും ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് സെയിം ആണ്. അപ്പോൾ ബെറ്റർ കമ്പാരിസന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചാർട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, മാസത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ഡേയിൽ നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ആവറേജ് 14.1% XIRR ആണ് ലഭിച്ചേക്കുന്നത്. ഇനി മാസത്തിൽ ഏറ്റവും ബെസ്റ്റ് ഡേയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 14.7% XIRR ആണ്. ഇനി നിങ്ങളിപ്പോൾ എല്ലാ മാസവും ഡിസിപ്ലിൻഡ് ആയിട്ട് 15-ാം തീയതി SIP വഴി ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 14.4% XIRR ആണ് ലഭിച്ചേക്കുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായേ? അതായത് നല്ല റിട്ടേൺസ് ലഭിക്കാനായിട്ട് നമ്മൾ SIP ടൈം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ മാസത്തിൽ ഏത് ദിവസം ഇൻവെസ്റ്റ് ചെയ്താലും BSE സെൻസസിൽ നമുക്ക് ലോങ് റണ്ണിൽ അറൗണ്ട് 14% ലഭിച്ചേക്കുന്നത്. സോ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള ദിവസം ഏതാണോ ആ ഒരു ദിവസം നിങ്ങൾ SIP നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം, ലാർജ് ക്യാപ് ഫണ്ട്സ് ആണോ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ട്സ് ആണോ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണോ? ഇതിലേതാണ് SIPക്ക് നല്ലത്? അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് SIP അപ്രോച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഹൈലി വോളറ്റൈൽ ഇക്വിറ്റി ഫണ്ടുകളാണ്. ലൈക്ക് ഇപ്പോൾ മിഡ് ക്യാപ്, അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ട്സ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് കയറ്റവും ഇറക്കമൊക്കെ ബാലൻസ് ചെയ്തിട്ട് റിസ്ക് കുറയ്ക്കും ഇത്. ഇനി ലാർജ് ക്യാപ് ഫണ്ട് നിങ്ങളുടെ ഇക്വിറ്റി പോർട്ട്ഫോളിയോ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേസമയത്ത് മിഡ് ക്യാപ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റികൾ കൊണ്ടുവരും. വൈറ്റ് ഓഫ് ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ട് ഒരു പഠനം അനുസരിച്ച് ലോങ് റണ്ണിൽ SIP ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിഡ് ക്യാപ് മാർക്കറ്റ് സെഗ്മെൻറ്റ് ആളുകൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ലോങ് റണ്ണിൽ സ്മോൾ ക്യാപ് അതുപോലെ ലാർജ് ക്യാപ് ബെഞ്ച് മാർക്ക് ഇൻഡീസസിനേക്കാളും ബെറ്റർ റിട്ടേൺസ് മിഡ് ക്യാപ് ബെഞ്ച് മാർക്ക് ഇൻഡീസസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ക്യാപ് അതുപോലെ തന്നെ ലാർജ് ക്യാപ് ഇൻഡീസസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മിഡ് ക്യാപ് ബെഞ്ച് മാർക്ക് ഇൻഡീസസ് 15% അല്ലെങ്കിൽ അതിൽ കൂടുതൽ റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, SIPക്കുള്ള ഐഡിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഹൊറിസോൺ ഏതാണ്? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ SIP മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും കുറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ 500 രൂപയുടെ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ ഇതിന് അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. ഇനി ഇവിടെയുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ. അതായത് എത്ര നാളത്തേക്ക് നിങ്ങൾ SIP നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം? അപ്പോൾ നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് നല്ലൊരു റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ബട്ട് ഇവിടെ ലോങ് ടേം എന്നുള്ളത് സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം ഞാനിപ്പോൾ ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 8 വർഷമാണ്, നിങ്ങളൊക്കെ അത് ചിലപ്പോൾ 5 വർഷമായിരിക്കും. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് നിങ്ങളിപ്പോൾ 5 വർഷത്തേക്ക് SIP നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 12%-ലധികം റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് 58%-ലധികമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 10 വർഷത്തേക്ക് നിങ്ങൾ SIP നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് 12%-ലധികം റിട്ടേൺസ് ലഭിക്കാനുള്ള ചാൻസ് 78%ആണ്. ഇനിയിപ്പോൾ 15 വർഷത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ 90% ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് 12%-ലധികം റിട്ടേൺസ് ലഭിക്കാൻ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് AMCകൾ ഓഫർ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ടൂളിലൊന്നാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നുള്ളത്. സോ ഇക്വിറ്റി ഫണ്ട്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ SIP തിരഞ്ഞെടുത്തുകൊണ്ട് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് നിങ്ങൾ ക്ഷമയോടെ നിങ്ങൾ കാത്തിരുന്ന് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു SIP ഇൻവെസ്റ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. സോ നിങ്ങൾക്ക് അത് കമൻസിൽ നമ്മളോട് പറയാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.